ഹലോ കൂട്ടുകാരെ, സൗഹൃദത്തിൻ്റെ മധുരവും കരുണയും കരുത്തും ഒത്തുചേർന്നാൽ എന്ത് സംഭവിക്കും? മണിമല എന്ന മനോഹരമായ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന കേശു എന്ന കൊച്ചുമിടുക്കിൻ്റെയും വഴിതെറ്റി വന്ന മിന്നു എന്ന ആമക്കുഞ്ഞിൻ്റെയും ആത്മബന്ധത്തിൻ്റെ കഥയാണിത്. സ്നേഹത്തിന് അതിരുകളില്ലെന്നും നന്മയുള്ള മനസ്സ് എപ്പോഴും വലിയൊരു പ്രകാശമാണെന്നും ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ? ഒരിടത്ത് പച്ചപ്പാർന്ന കാടുകളും വെള്ളമണിഞ്ഞ പുഴകളും ചുറ്റിപ്പറ്റിയിരുന്ന ഒരു ചെറിയ ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൻ്റെ പേര് മണിമല. അവിടെ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടൊരു കുട്ടിയുണ്ടായിരുന്നു. പേര് കേശു. വലിയ കറുത്ത കണ്ണുകൾ, എപ്പോഴും ചിരിച്ചു നിൽക്കുന്ന മുഖം, മനസ്സിൽ നിറയെ കൗതുകം. കേശുവിന് എല്ലാത്തിനെക്കുറിച്ച് അറിയണം. പക്ഷികൾ എങ്ങനെ പറക്കും, നദി എവിടെ നിന്നാണ് വരുന്നത്, നക്ഷത്രങ്ങൾ എന്തുകൊണ്ടാണ് മിന്നുന്നത്, ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ. ഒരു ദിവസം മഴ പെയ്തു കഴിഞ്ഞൊരു വൈകുന്നേരം കേശു തൻ്റെ വീടിനടുത്തുള്ള പുഴക്കരയിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ അവൻ വെള്ളത്തിനരികിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ഒരു ആമക്കുഞ്ഞിനെ കണ്ടു. എന്തിനാ നീ കരയുന്നത്? കേശു ചോദിച്ചു. ആമക്കുഞ്ഞ് വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു, എൻ്റെ അമ്മയെ കാണുന്നില്ല, വലിയ വെള്ളപ്പൊക്കത്തിൽ ഞാൻ വഴി തെറ്റിപ്പോയി. കേശുവിന് ദുഃഖമായി. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ അമ്മയോട് ചേർക്കാം എന്ന് പറഞ്ഞ് അവൻ ആമക്കുഞ്ഞിനെ കൈകളിലെടുത്തു. പുഴയുടെ അരികിലൂടെ ഇരുവരും നടന്നു. വഴി മുഴുവൻ കേശു അവനോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. നിനക്ക് പേരുണ്ടോ? കേശു ചോദിച്ചു. ഉണ്ട്, മിന്നു. അപ്പോൾ ഇന്നു മുതൽ നീ എൻ്റെ സുഹൃത്താണ്, കേശു പറഞ്ഞു. മിന്നു ചെറുതായി ചിരിച്ചു. അവർ കാടിനുള്ളിലേക്ക് കടന്നു. മഴ കഴിഞ്ഞതിനാൽ മരങ്ങളിലെ ഇലകളിൽ വെള്ളത്തുള്ളികൾ മിന്നി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു വൃദ്ധനായ തത്ത അവരെ കണ്ടു. എവിടേക്കാണ് നിങ്ങൾ പോകുന്നത് കുഞ്ഞുങ്ങളെ? തത്ത ചോദിച്ചു. കേശു എല്ലാം പറഞ്ഞു. തത്ത കുറച്ചു നേരം ചിന്തിച്ചു. വെള്ളപ്പൊക്കത്തിൽ പുഴയുടെ താഴെ ഭാഗത്തേക്ക് പല ജീവികളും ഒഴുകിപ്പോയിട്ടുണ്ട്. പക്ഷേ ആമകളുടെ വലിയ കുളം മലയുടെ അപ്പുറത്താണ്. നിങ്ങൾ അവിടെ നോക്കണം. കേശു പക്ഷേ ആശങ്കപ്പെട്ടു. പക്ഷെ മല കടക്കാൻ രാത്രിയാകുമല്ലോ. തത്ത ചിരിച്ചു. നല്ല മനസ്സുള്ളവർക്ക് കാട് വഴി കാട്ടും, ധൈര്യമായി പൊക്കോളൂ. അങ്ങനെ അവർ യാത്ര തുടർന്നു. രാത്രി അടുക്കുമ്പോൾ കാട്ടിൽ വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. മിന്നു ഭയന്ന് കേശുവിൻ്റെ കൈ പിടിച്ചു. എനിക്ക് പേടിയാ. ഞാനുണ്ടല്ലോ, കേശു പറഞ്ഞു. അപ്പോൾ ദൂരത്ത് ഒരു മഞ്ഞ വെളിച്ചം കണ്ടു. അടുത്തെത്തിയപ്പോൾ അതൊരു പഴയ കുടിലായിരുന്നു. അവിടെ ഒരു മുത്തശ്ശി താമസിച്ചിരുന്നു. ഇത്ര രാത്രി കുഞ്ഞുങ്ങൾ കാട്ടിൽ എന്താ ചെയ്യുന്നത്? അവർ സ്നേഹത്തോടെ ചോദിച്ചു. കേശു കഥ പറഞ്ഞു. മുത്തശ്ശിയുടെ കണ്ണുകൾ സ്നേഹത്തോടെ നിറഞ്ഞു. നിങ്ങൾ ധൈര്യമുള്ള കുട്ടികളാണ്. ആദ്യം ഭക്ഷണം കഴിച്ച് വിശ്രമിക്കൂ. അവർ അവർക്കായി ചൂട് കഞ്ഞിയും തേങ്ങാച്ചമ്മന്തിയും നൽകി. മിന്നു ആദ്യമായി സന്തോഷത്തോടെ ചിരിച്ചു. രാത്രിയിൽ കേശു ഉറങ്ങാൻ കിടന്നെങ്കിലും അവൻ ഉറക്കമേ വന്നില്ല. പിറ്റേന്ന് രാവിലെ മുത്തശ്ശി അവർക്കൊരു പഴയ ഭൂപടം നൽകി. ദേ, ഈ വഴിയിലൂടെ പോയാൽ ആമകളുടെ കുളം കാണാം. അതും പറഞ്ഞവർ യാത്ര തുടർന്നു. വഴിയിൽ ഒരു മാൻ കുടുങ്ങി കിടക്കുന്നത് കണ്ടു. അതിൻ്റെ കാലിൽ വല പറ്റിയിരുന്നു. നമുക്ക് സഹായിക്കാമോ? മിന്നു ചോദിച്ചു. തീർച്ചയായും. കേശു സൂക്ഷിച്ചുകൊണ്ട് വല അഴിച്ചു. മാൻ സന്തോഷത്തോടുകൂടി തുള്ളിച്ചാടി. നന്ദി കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഞാനൊരു രഹസ്യം പറഞ്ഞു തരാം. മലയുടെ പിന്നിൽ ഒരു മായാവനമുണ്ട്. അവിടെ സത്യസന്ധരായവർക്ക് മാത്രം വഴി തുറക്കും. അതും പറഞ്ഞ് മാൻ തുള്ളിച്ചാടിപ്പോയി. അവർ മുന്നോട്ട് നടന്നു. ഒടുവിൽ വലിയ പാറകൾക്കിടയിൽ നീല നിറത്തിൽ തിളങ്ങുന്ന ഒരു കുളം കണ്ടു. അവിടെ നൂറുകണക്കിന് ആമകൾ. അമ്മേ, മിന്നു ഉറക്കെ വിളിച്ചു. ഒരു വലിയ ആമ വെള്ളത്തിൽ നിന്ന് വേഗം വന്ന് മിന്നുവിനെ ചേർത്ത് പിടിച്ചു. എൻ്റെ കുഞ്ഞേ, നിന്നെ നഷ്ടപ്പെട്ടു പോയെന്നല്ലേ അമ്മ കരുതിയത്? അമ്മയും കുഞ്ഞും വീണ്ടും ഒന്നായ കാഴ്ച കണ്ടപ്പോൾ കേശുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ആമകളുടെ രാജാവ് കേശുവിനരികിലേക്ക് വന്നു. നീ ധൈര്യവും കരുണയുമുള്ള കുട്ടിയാണ്. നിനക്ക് ഞങ്ങളൊരു സമ്മാനം തരാം. അവർ അവനായി ഒരു ചെറിയ നീലക്കല്ല് സമ്മാനിച്ചു. ഇത് സാധാരണ കല്ലല്ല. ഒരാളുടെ മനസ്സ് ദുഃഖത്തിലായാൽ ഈ കല്ല് ചെറുതായി പ്രകാശിക്കും. നീ എവിടെയെങ്കിലും സഹായം ആവശ്യമുള്ളവരെ കണ്ടെത്തും. കേശു അത് വാങ്ങി സന്തോഷത്തോടുകൂടി മടങ്ങി. അന്ന് മുതൽ കേശു ഗ്രാമത്തിൽ ആരെങ്കിലും ദുഃഖത്തിലാണോ, വിശക്കുന്നുണ്ടോ, ഒറ്റപ്പെട്ടിരിക്കുകയാണോ എന്ന് നോക്കി അവരെ സഹായിക്കാൻ തുടങ്ങി. അവൻ വലിയ വീരനോ രാജാവോ ആയില്ല. പക്ഷേ എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു പ്രകാശമായി മാറി. കാലം കഴിഞ്ഞപ്പോൾ ആളുകൾ പറയുമായിരുന്നു, മണിമല ഗ്രാമത്തിൻ്റെ യഥാർത്ഥ നിധി പൊന്നോ വെള്ളയോ അല്ല, അത് കേശുവിൻ്റെ നല്ല മനസ്സാണ്.
അങ്ങനെ കേശുവിൻ്റെയും മിന്നുവിൻ്റെയും സൗഹൃദ കഥ ഗ്രാമം മുഴുവൻ പടർന്നു. ഇന്നും മഴ കഴിഞ്ഞ് പുഴക്കരയിലൂടെ നടക്കുമ്പോൾ ചിലർ പറയുന്നു, ഒരു ചെറിയ നീല വെളിച്ചം ദൂരത്ത് മിന്നുന്നതായി കാണാമെന്ന്. അത് ആരെങ്കിലും സഹായിക്കാൻ പോകുന്ന കേശുവിൻ്റെ മായക്കല്ലിൻ്റെ പ്രകാശമാണെന്ന്.